അക്കാലത്ത് ഗുരുവായൂർ അമ്പലത്തിൽ സന്ധ്യയാകുമ്പോൾ ഇതുപോലെ പ്രഭാഷണങ്ങളുണ്ടാവും. മഹാത്മ്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഭാഗവതം സംസ്കൃതത്തിൽ ചൊല്ലും. എന്നിട്ട് ഒരാൾ മലയാളത്തിൽ തർജ്ജമ ചെയ്യും. പൂന്താനത്തിന് പണ്ട് മുതലേ ഈ ഭാഗവതത്തിൽ വളരെ ഇഷ്ടമാണ്. ഇത് കഥകൾ കേട്ടപ്പോൾ അദ്ദേഹം ഒന്നുകൂടി സന്തോഷത്തോടെ അതിനകത്തേക്ക് ആണ്ടിറങ്ങി. ചുരുക്കകാലം കൊണ്ട് അദ്ദേഹത്തിന് ഏത് ശ്ലോകം കേട്ടാലും അത് മലയാളത്തിൽ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കഴിവുണ്ടായി. അക്കാലത്ത് ഒരു ദിവസം ഈ തർജ്ജമ ചെയ്യുന്ന ആള് അവിടെ ക്ഷേത്രത്തിൽ വന്നില്ല. അന്ന് പൂന്താനം ചോദിച്ചു, ഞാൻ കയറി പറയട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ അദ്ദേഹം കയറി പറയുന്നു. വളരെ ഹൃദ്യമായ രീതിയിൽ ആസ്വാദകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവരെ പിടിച്ചിരുത്തിക്കൊണ്ട് പൂന്താനം അർത്ഥങ്ങൾ പറയാൻ തുടങ്ങി. പിന്നെ തർജ്ജമ പറഞ്ഞു കൊടുക്കാനായിട്ട് പൂന്താനത്തിൽ തന്നെ അവിടെ ഏർപ്പെടുത്തി. അങ്ങനെ ഒരു ദിവസം പൂന്താനം ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥം പറഞ്ഞപ്പോൾ രുക്മിണി ഭഗവാന്റെ അടുത്തേക്ക് ഒരു ബ്രാഹ്മണനെ അയച്ചു എന്നാണ് ശ്ലോകത്തിൻ്റെ അർത്ഥം. ആ സമയത്ത് പറഞ്ഞപ്പോൾ ഭഗവാൻ ബ്രാഹ്മണനെ ഒരു കുറുമാനം കൊടുത്താണ് ഭഗവാന്റെ അടുത്തേക്ക് അയച്ചത് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ശ്ലോകം അറിയാവുന്ന മറ്റൊരു വിദ്വാൻ പൂന്താനം പറഞ്ഞ അങ്ങനെ ഒരു കുറുമാനം കൊടുത്തു വിട്ടു എന്നതിൽ പറഞ്ഞിട്ടില്ല. അതറിയാവുന്ന ആ വിദ്വാൻ പൂന്താനത്തിനൊന്ന് കൊച്ചാക്കാൻ വേണ്ടി ചോദിച്ചു, പൂന്താനം എവിടെയാണ് കുറുമാനം കൊടുത്തു വിട്ടതായി പറഞ്ഞിട്ടുള്ളത്? കുറുമാനം എപ്പോഴാണ് കൊടുത്തു വിട്ടത് എന്ന് ചോദിച്ചു. പൂന്താനം വിഷണ്ണനായി. ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ തോന്നിച്ചത് എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ശ്രീ പറയുന്നൊരു അശരീരി കേട്ടു. കുറുമാനവും കൊടുത്തു വിട്ടിരുന്നു. പൂന്താനം അത്ഭുതപ്പെട്ടുപോയി. പൂന്താനത്തിന് വളരെ സന്തോഷമായി. അത് പൂന്താനത്തിൻ്റെ ഭക്തിയുടെ ഒരു അംഗീകാരമായിട്ട് പൂന്താനവും കണക്കാക്കി, മറ്റുള്ളവരും കണക്കാക്കി. അങ്ങനെ പൂന്താനത്തിന് അവിടെ സ്ഥാനം ഒന്നുകൂടി ഉറപ്പിച്ചു.